നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കനെ കുറിച്ചുള്ള ഒരു കഥയാണ്. ആദ്യമായി എൻ്റെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ല വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എല്ലാം കണ്ടതിലൊക്കെ കൊടുക്കുക. കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റും കൊടുക്കുക. എബ്രഹാം ലിങ്കൺ ജനിച്ചത് 1809 ഫെബ്രുവരി 12 ആയിരുന്നു. തോമസ് ലിങ്കൺ ആണ് എബ്രഹാം ലിങ്കൻ്റെ അച്ഛൻ. നാൻസി ലിങ്കനാണ് അമ്മ. ഇവിടുത്തെ രണ്ടാമത്തെ കുട്ടിയായിട്ടാണ് എബ്രഹാം ലിങ്കൺ കെൻഡക്കിയിൽ ജനിച്ചത്. എബ്രഹാം ലിങ്കൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മൂത്ത കുട്ടിയുടെ പേരായിരുന്നു സാറ എന്ന്. പിന്നെ എബ്രഹാം ലിങ്കന് ശേഷം ഒരു ആൺകുട്ടി ജനിച്ചെങ്കിലും അത് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ എബ്രഹാം ലിങ്കൺ ഇവരുടെ മകനായി കെൻഡക്കിയിൽ ജനിച്ചു. അങ്ങനെ കാട്ടിനുള്ളിൽ ആണ് ലിങ്കനും കുടുംബവും താമസിച്ചിരുന്നത്. ആ പ്രദേശത്തിന് യാതൊരു വിധത്തിലുള്ള പുരോഗതിയും അവകാശപ്പെടുവാനുണ്ടായിരുന്നില്ല. അക്ഷരാഭ്യാസമുള്ളവർ നന്നേ കുറവുമായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ സദാസമയവും അധ്വാനശീലരായിരുന്നെങ്കിലും ആർക്കും തന്നെ പറയത്തക്ക രീതിയിലുള്ള വരുമാനമുണ്ടായിരുന്നില്ല. 1818 ആ പ്രദേശം മുഴുവനും മിൽക്ക് സിക്നസ് എന്ന ഒരു പകർച്ചവ്യാധി ഉണ്ടാവുകയും ചെയ്തു. ആ പ്രദേശത്ത് ആശുപത്രികളോ ഡോക്ടർമാരോ ഉണ്ടായിരുന്നില്ല. ഈ രോഗം ബാധിച്ച ലിങ്കൻ്റെ മാതാവ് മരണപ്പെട്ടു. മാതാവിൻ്റെ മരണശേഷം ലിങ്കൻ്റെ മൂത്ത സഹോദരിയാണ് അദ്ദേഹത്തെ വളർത്തിയത്. സഹോദരിയിൽ നിന്നും പലതരം കഥകൾ കേട്ടതിൽ നിന്നും അടിമകളുടെ കഥ ലിങ്കൻ്റെ മനസ്സ് വല്ലാതെ ഒലച്ചു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ എബ്രഹാം ലിങ്കൻ്റെ അച്ഛൻ തോമസ് ലിങ്കൺ വീണ്ടും വിവാഹം കഴിച്ചു. രണ്ടാനമ്മയായി വന്ന സാറ 3 കുട്ടികളുള്ള ഒരു വിധവയായിരുന്നു. സാറ ലിങ്കനെ സ്വന്തം മകനെ പോലെ തന്നെയാണ് പരിഗണിച്ചിരുന്നത്. സാറയുടെ 3 മക്കളും ലിങ്കനെ സ്വന്തം സഹോദരൻ്റെ സ്ഥാനം തന്നെയാണ് കൊടുത്തത്. എന്നാൽ ആ കുടുംബത്തിൽ വീണ്ടും ദുരന്തമുണ്ടായി. ലിങ്കൻ്റെ സഹോദരി സാറ 21ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. കുടുംബം വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പല ദുരിതങ്ങൾ അനുഭവിച്ചുള്ള ജീവിതയാത്രയ്ക്കിടയിൽ അവന് ആകെ ഒരു വർഷക്കാലം മാത്രമേ പള്ളിക്കൂടത്തിൽ പോകുവാൻ സാധിച്ചിട്ടുള്ളൂ. മകനെ നല്ല ജോലിക്കാരനായി മാറ്റാനായിരുന്നു അച്ഛന് താല്പര്യം. കഠിനാധ്വാനം ഇഷ്ടപ്പെടാതിരുന്ന ലിങ്കന് അയൽക്കാരുടെയും ബന്ധുക്കളുടെ ഇടയിൽ അലസനായ വ്യക്തി എന്ന ഒരു ചീത്തപ്പേരാണ് ഉണ്ടായിരുന്നത്. എഴുത്തുകാരനാവുക എന്നതായിരുന്നു കുട്ടിക്കാലം മുതൽക്കേ ലിങ്കൻ്റെ ആഗ്രഹം. എഴുത്തും വായനയും എല്ലാം സ്വയം പഠിച്ചു. ലിങ്കൻ രാത്രികാലങ്ങളിൽ തെരുവുവിളക്കിന് മുമ്പിൽ ഇരുന്ന് എഴുത്തും വായനയും നടത്തുന്നത് ആളുകൾക്ക് ഒരു സ്ഥിര കാഴ്ചയായിരുന്നു. അവൻ്റെ ഈ അലസമായ ജീവിതം കണ്ട സമീപത്തുള്ള ഒരു കർഷകൻ്റെ ഭാര്യ ഒരു ദിവസം അവനോട് ചോദിച്ചു, നീ എന്താവാനാണ് പോകുന്നത്? അപ്പോൾ അതിന് എബ്രഹാം ലിങ്കണെ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായി അവൻ സംശയിക്കാതെ പറഞ്ഞത്, ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പ്രസിഡൻ്റാവാൻ പോകുന്നു എന്നതാണ്. അലസനെന്ന് പേരുകേട്ട ലിങ്കൻ ഉത്തരവാദിത്തങ്ങൾ ഒന്നൊന്നായി ഏറ്റെടുക്കുന്നത് ആണ് പിന്നീട് ആളുകൾ കണ്ടത്. പിന്നീട് ലിങ്കൺ പലതരം കഠിനാധ്വാന പ്രവൃത്തികളും ചെയ്തു തുടങ്ങി. ഇതിനിടയിൽ വായനാശീലം അവനൊട്ടും ഉപേക്ഷിച്ചില്ല. നല്ല പൊക്കമുണ്ടായിരുന്ന അവന് കൂട്ടുകാർക്കിടയിൽ ഒരു ധീരനായ മനുഷ്യൻ്റെ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ഇവനെപ്പോലെ കോടാലി ഉപയോഗിച്ചുള്ള ഒരു ഒറ്റവെട്ടിന് ഏത് മരവും മുറിക്കാനുള്ള കഴിവ് ആ നാട്ടിൽ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ഉള്ള മരം മുറിക്കുന്ന ജോലികളെല്ലാം അവന് തന്നെ ലഭിച്ചിരുന്നു. ആ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എല്ലാം മദ്യപാനശീലം ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും തന്നെ ലിങ്കണ് ഉണ്ടായിരുന്നില്ല. ചൂതുകളിക്കാർക്കിടയിൽ അവൻ ചൂതുകളിക്കെതിരായി സംസാരിച്ചു. സത്യസന്ധനായി ജീവിക്കുക എന്നതായിരുന്നു അവൻ്റെ ആദർശം. സുഹൃത്തുക്കളെ ആകർഷിക്കാൻ ഉള്ള പ്രത്യേക കഴിവുണ്ടായിരുന്ന അവന് ധാരാളം സുഹൃത്തുക്കളുമുണ്ടായിരുന്നു. ഇക്കാലത്ത്
1832 തന്നെ ലിങ്കൻ്റെ അയൽക്കാരൻ ആയ ഒരു വ്യക്തി ലിങ്കന് തൻ്റെ കടയിൽ ഒരു ഗുമസ്തൻ്റെ ജോലി കൊടുത്തു. ഈ ജോലിയിലിരുന്ന കാലത്ത് ലിങ്കൻ തൻ്റെ ഒഴിവു സമയങ്ങളിൽ വില്യം ഷേക്സ്പിയർ പോലുള്ള എഴുത്തുകാരുടെ കൃതികൾ വായിക്കുകയും മറ്റും ചെയ്തു. പക്ഷേ സാമ്പത്തിക തകർച്ച പൊയ്ക്കൊണ്ടിരുന്ന കട അധികം താമസിക്കാതെ ഉടമസ്ഥന് പൂട്ടിപ്പോകേണ്ടി വരികയും ലിങ്കൻ ആ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. നല്ല പെരുമാറ്റവും ആജ്ഞാശക്തിയും നല്ല സ്വഭാവവുമെല്ലാം ലിങ്കന് ജനസമ്മതി നേടിക്കൊടുത്തു. ആരുടെ അഭിപ്രായവും ലിങ്കൻ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. 1832 തന്നെ യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്കൻ സൈന്യത്തിൽ ലിങ്കൺ ചേർന്നു. യുദ്ധത്തിൽ ക്യാപ്റ്റനായാണ് ലിങ്കനെ തിരഞ്ഞെടുത്തത്. ഇതിൽ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നടന്ന രസകരമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ലിങ്കനൊപ്പം വേറെ ഒരാളെ 1-2 പേരെയും കൂടെ ഈ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇതിൽ കൂടെ അവിടെ പിടിച്ചു നിർത്തി അതിൽ നിന്ന് ആ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സൈന്യത്തിലുള്ള മറ്റുള്ള പടയാളികളെല്ലാം ലിങ്കൻ്റെ പിറയിലാണ് അണിനിരന്നു നിന്നത്. അപ്പോൾ ലിങ്കൻ തന്നെ ക്യാപ്റ്റനായി സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ ലിങ്കൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം വിജയിക്കുകയാണ് ഉണ്ടായത്. ഇക്കാലത്ത് ധാരാളം രാഷ്ട്രീയക്കാരുമായി ബന്ധം വളർത്തിയെടുക്കുവാൻ ലിങ്കന് കഴിഞ്ഞു. യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ പ്രതിഫലമായി കുറച്ച് ഭൂമി സർക്കാരിൽ നിന്നും പലിശ കിട്ടുകയും ചെയ്തു. ഇതിനുശേഷം കുറച്ചു കാലം ലിങ്കൻ ഒരു പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്ററായും അതിനുശേഷം ഒരു സർവേയറായും മറ്റും ജോലി ചെയ്തു. ഈ കാലത്ത് ലിങ്കൻ ആൻഡ്രൂ ലിച്ച് എന്ന ഒരു സ്ത്രീയുമായി കടുത്ത പ്രണയത്തിലാവുകയും ആ പ്രണയത്തിന് പക്ഷേ അധികകാലം ആയുസ്സുണ്ടായിരുന്നില്ല. അസുഖം ബാധിച്ച് ആൻഡ്രൂ ലിച്ച് മരിച്ചു. ഇത് ലിങ്കനൊരു ആഘാതമായി. ഇങ്ങനെ പല ജോലികൾ ഏർപ്പെടുത്തതുകൊണ്ട് ലിങ്കനുണ്ടായ നേട്ടം ആളുകളായുള്ള അടുപ്പമായിരുന്നു. ഈ നേട്ടം ലഭിച്ചതുകൊണ്ട് യൗവനത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ 1832 ലിങ്കൻ്റെ രാഷ്ട്രീയ പ്രവേശനം സംഭവിക്കുകയും ചെയ്തു. ഇല്ലിനോയിസിലെ ജനപ്രതിനിധിയായി സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 1832 സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ലിങ്കൺ തീരുമാനിച്ചത്. ഇതിനിടയിലാണ് യുദ്ധത്തിലെ ക്യാപ്റ്റനായി ലിങ്കനെ തിരഞ്ഞെടുക്കപ്പെടുന്നതും. ഈ യുദ്ധത്തിലെ വിജയത്തിന് ശേഷം തിരിച്ചെത്തിയ ലിങ്കൺ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കി കാര്യങ്ങളിൽ വ്യാപൃതനാവുകയും ചെയ്തു. അത് കഷ്ടിച്ചൊരു ഒരാഴ്ചക്കകത്തെ വ്യാപൃതനാവാൻ സമയം കിട്ടിയുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യമായ സമയം ലഭിക്കാത്ത കാരണത്താൽ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 1834 വീണ്ടും ലിങ്കൺ മത്സരിച്ചപ്പോൾ വിജയിച്ചു. പിന്നെയും നിയമനിർമ്മാണ സഭയിലേക്ക് നടന്നതായ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. 1837 നിയമനിർമ്മാണ സഭയിൽ ലിങ്കൺ അടിമത്തത്തിനെതിരെ സംസാരിച്ചു. അടിമത്തത്തെ എതിർക്കുന്നവനെ ചെകുത്താനും രാക്ഷസനും മറ്റുമായി കാണുന്നവരാണ് അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്നവർ. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇതിനോടൊപ്പം തന്നെ വക്കീൽ പരീക്ഷ ജയിക്കുകയും വക്കീലായി ജോലി തുടങ്ങുകയും ചെയ്തു. 1842 നവംബറിൽ മേരി എന്നൊരു സ്ത്രീയുമായി ലിങ്കൻ്റെ വിവാഹം നടന്നു. 1844 അവർ ഒരു വീട് വാങ്ങി താമസം ആരംഭിച്ചു. അവർക്ക് 4 കുട്ടികൾ ജനിച്ചു. 1850 ക്ഷയരോഗം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മരിച്ചു. 1856 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 1860 ലിങ്കൺ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ഈ മത്സരത്തിൽ വിജയിച്ച അദ്ദേഹം 1860 നവംബർ 6 അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1861 മാർച്ചിൽ ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇദ്ദേഹം പ്രസിഡന്റായിരുന്ന കാലത്താണ് അടിമത്തം നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവൃത്തികൾ നടന്നത്. വീണ്ടും ഇലക്ഷനിൽ ജയിച്ച ലിങ്കൺ നടത്തിയ പ്രസംഗം ചടങ്ങിൽ വച്ച് 1865 ഏപ്രിൽ 11
വൈറ്റ് ഹൗസിൽ ലിങ്കൻ്റെ പ്രസംഗം നടന്ന സ്റ്റേജിൽ പിന്നെ അതിനുശേഷം നാടകം അതിനുശേഷം നാടകം കാണുവാനായി അദ്ദേഹം നാടകം നടക്കുന്ന സ്ഥലത്തോട് ചെന്നപ്പോൾ അവിടെ എത്തിയ അക്രമിയായ ഒരു നാടക നടൻ തന്നെ ലിങ്കനെ വെടിവെച്ചു. അങ്ങനെ വെടിവെച്ചെങ്കിലും 1-2 ദിവസത്തിനകത്ത് തന്നെ 1865 ഏപ്രിൽ 15 ലിങ്കൺ മരിച്ചു. അങ്ങനെ ആണ് ലിങ്കൻ്റെ കഥ.